നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ഇപ്പോൾ വീഡിയോസ് അധികം റീച്ചിലോട്ടൊന്നും പോകുന്നില്ല, അധികം ആൾക്കാരിലേക്ക് എത്തുന്നില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ലൈക്കും അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാത്തത് കൊണ്ടുമാണ് എൻ്റെ വീഡിയോ അധികം ആൾക്കാരിലേക്ക് റെക്കമെൻഡ് ചെയ്യാത്തത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടര് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കാരണം എനിക്ക് മറ്റ് ചാനലുകളുണ്ട്, അതുവഴി എനിക്ക് വരുമാനം കിട്ടാറുണ്ട്. പക്ഷെ ഈ ചാനൽ ഇതുവരെ മോണിറ്റൈസേഷൻ ആയിട്ട്, കാരണം ഞാൻ ഇതിൽ വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് മോണിറ്റൈസേഷൻ ആപ്പ് ഞാൻ വളരെ സീരിയസ് ആയിട്ട് കാണാത്തൊരു ചാനലായി മാറിയിരിക്കുകയാണ്. കാരണം അധികം ആൾക്കാർ ഈ വീഡിയോ ഞാൻ ഇടുന്ന വീഡിയോസ് കാണാറില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചാനലിലോട്ട് അധികം ശ്രദ്ധ കൊടുക്കാത്തത്. നിങ്ങൾക്ക് ഞാൻ ഈ ചാനൽ തുറന്നുകൊണ്ട് പോകണോ വേണ്ടേ എന്നുള്ളതിന്റെ അഭിപ്രായം കൂടെ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തണം. എങ്കിൽ മാത്രമേ ഞാൻ ഇനി മുതലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വെറുതെ എന്തിനാണ് ഇങ്ങനെ ഒരു ചാനൽ കൊണ്ട് നടക്കുന്നത് എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നു പോയിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഈ ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുന്നതിന് മുന്നേ ആ സമയം കൊണ്ട് എനിക്ക് എൻ്റെ മോണിറ്റൈസേഷൻ ആയിട്ടുള്ള മറ്റ് ചാനലിൽ വീഡിയോ ഇട്ടാൽ പോരെ എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അധികം ഇതിൽ വീഡിയോസ് ഇടാത്തത്. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൂടെ നമുക്ക് നോക്കാം. യൂട്യൂബ് മാസ്റ്റർ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷ്ണുവാണ്. ഞാൻ ഇന്ന് നിങ്ങളടുത്ത് പറയാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അതിന് കുറച്ച് ക്രൈറ്റീരിയകളുണ്ട്, എന്തെന്നൊക്കെ ഉള്ളത് നമുക്ക് വഴിയെ പറയാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ. യൂട്യൂബിൽ പുറമെ, അതായത് നമ്മുടെ പരസ്യങ്ങൾ വഴി നമുക്ക് കിട്ടുന്ന വരുമാനത്തിന് പുറമെ നമുക്ക് പുതുതായിട്ട് ഒരു വരുമാന മാർഗം എന്നുള്ള രീതിയിൽ യൂട്യൂബ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്നാണ് സൂപ്പർ താങ്ക്സ്, സൂപ്പർ ചാറ്റ്, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിന് പുറമേ നമുക്ക് വരുന്നതാണ് ഷോപ്പിംഗ് എന്ന് പറയുന്നതും പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ വരുന്നതും യൂട്യൂബ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ യൂട്യൂബ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണെന്ന് ആദ്യം നമ്മൾ ഒന്ന് മനസ്സിലാക്കാം. എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്? നമുക്ക് കുറച്ച് കമ്പനികൾ ഇത് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനെ തുടങ്ങിയ ഇ കൊമേഴ്സ് ബിസിനസ് ചെയ്യുന്ന സൈറ്റുകളെല്ലാം അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് മുന്നത്തെ വീഡിയോസിലൊക്കെ, അതായത് ഒരു കൊല്ലമൊക്കെ മുന്നേ ഉള്ള വീഡിയോസിൽ, ചില റിവ്യൂ വീഡിയോസിലൊക്കെ കാണുമ്പോഴത്തേക്കും അവരുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഫ്ലിപ്കാർട്ടിന്റെ അല്ലെങ്കിൽ ആമസോണിന്റെ തന്നെ ലിങ്ക് തന്നെ തോന്നിപ്പിക്കുന്ന ഒരു ലിങ്ക് തന്നെയായിരിക്കും. പക്ഷെ അത് യഥാർത്ഥത്തിൽ നേരെ പോകുന്നത് ആമസോണിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ അത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വഴിയുള്ള ലിങ്കാണ്. നമ്മൾ ആ ലിങ്ക് പ്രൊഡക്റ്റ് അല്ലാതെ കയറി, അതായത് നമ്മുടെ ഫോണിലുള്ള സെർച്ച് ചെയ്ത് അതേ പ്രോഡക്റ്റ് നമ്മൾ ഫോണിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ആ ലിങ്ക് കോപ്പി ചെയ്യുമ്പോൾ ഈ കാണുന്ന ലിങ്കുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കത്തില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരുന്നത് അവരുടെ അക്കൗണ്ടിലുള്ള, അവരെ തുടങ്ങിയിട്ടുള്ള അക്കൗണ്ടിലുള്ള അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വഴിയുള്ള ഒരു ലിങ്ക് ആയിരിക്കും അവർ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കുന്നത്. എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഒരു പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തണം. ഞാനിപ്പോൾ ഒരു സോപ്പിന്റെ റിവ്യൂ നിങ്ങളടുത്ത് പറയണം. നല്ല സോപ്പാണ്, അടിപൊളി സോപ്പാണ്, ഈ സോപ്പ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കി കഴിഞ്ഞാൽ അവിടെ ലിങ്ക് ഉണ്ട്, അതുവഴി നിങ്ങൾക്ക് കയറി വാങ്ങാം എന്ന് പറഞ്ഞിട്ട് ഒരു ഇതായിരിക്കും അവർ സാധാരണ പറയുന്നത്. അപ്പൊ നമ്മളത് കയറി വാങ്ങിച്ചു കഴിയുമ്പോഴത്തേക്കും ഈ വീഡിയോ ഇട്ട ആൾക്ക് ഒരു കമ്മീഷൻ ഈ കമ്പനി കൊടുക്കാറുണ്ട്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് യൂട്യൂബുമായിട്ട് ഒരു ബന്ധമില്ല. ഈ പറഞ്ഞതിൽ യൂട്യൂബുമായിട്ട് ബന്ധമില്ല. എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് ഉദ്ദേശിച്ചാണ് ഈ പറഞ്ഞത്. എന്താണ് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അതേ സെയിം സംഭവം തന്നെ ഇപ്പൊ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ ആയിട്ടുള്ള ഒരു ചാനലായിരിക്കണം, കൂടാതെ 10,000 സബ്സ്ക്രൈബർ കഴിഞ്ഞിരിക്കണം. നമ്മുടെ ചാനലിൽ നിലവിൽ സ്ട്രൈക്കുകളൊന്നും പാടില്ല. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ സ്മൂത്തായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും യൂട്യൂബിൽ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തുടങ്ങാൻ പറ്റും. അതിനെയാണ് പ്രൊഡക്റ്റ് ആഡ് ചെയ്യുക എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ആഡ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് വ്യക്തമായിട്ട് നമ്മൾ സ്ക്രീൻ റെക്കോർഡ് വഴി പതിവ് പോലെ ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് യൂട്യൂബിൽ അത് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കാണാം. ഇപ്പൊ നിലവിൽ മിന്ത്രയും ഫ്ലിപ്കാർട്ടും മാത്രമാണ് നമുക്ക് വന്നിട്ടുള്ളത്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വന്നിട്ടുള്ളത്. നമുക്ക് ചിലരുടെ വീഡിയോസിലൊക്കെ നോക്കുമ്പോൾ കാണാം, ഷോർട്ട് വീഡിയോസ് ആയാലും ലോങ് വീഡിയോസിലായാലും വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ താഴെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ട് അവിടെ കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസിലായിട്ട്. അത് ഏതാണോ സൈറ്റ്, മിന്ത്രയാണെങ്കിൽ കൊടുത്തിരിക്കുന്നത് മിന്ത്രയിലോട്ടും, ഇനി ഫ്ലിപ്കാർട്ടിന്റെ ഇതാണ് കൊടുത്തിരിക്കുന്നത്, നേരെ ഫ്ലിപ്കാർട്ടിലോട്ടുമായിരിക്കും പോകുന്നത്. അപ്പോൾ അതുവഴി നമുക്ക് വീഡിയോ ഇട്ട ആൾക്ക് ഒരു കമ്മീഷൻ കിട്ടും. ഇപ്പം ഞാനാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ എനിക്കൊരു കമ്മീഷൻ കിട്ടും.
നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ അവർ പ്രോഡക്റ്റ് വാങ്ങിച്ചില്ല, അപ്പൊ ഞാനൊരു വീഡിയോ ഇട്ടു, ഇപ്പൊ ഈ കാണുന്ന ഒരു വീഡിയോ, ഉദാഹരണത്തിന് ഇപ്പൊ ഈ കാണുന്ന വീഡിയോയുടെ താഴെ പ്രോഡക്റ്റ് ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, നിങ്ങൾ പ്രസ് ചെയ്തിട്ട് ഫ്ലിപ്കാർട്ടിലോട്ട് പോയി ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആ സാധനം വാങ്ങിച്ചില്ല. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം കയറിയിട്ട് നിങ്ങൾ ഫ്ലിപ്കാർട്ട് വഴി തന്നെ കയറി വേറെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെയും ഒരു കമ്മീഷൻ ഇതുവഴി കിട്ടും. ഇത് ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ്. കാരണം ഞാനിത് ഒട്ടും ഇതായിട്ട് സീരിയസ് ആയിട്ട് കാണാത്തൊരു വിഷയമായിരുന്നു. പക്ഷെ കഴിഞ്ഞ മാസം എനിക്ക് കിട്ടിയത് $186 കിട്ടിയത്. അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കാണിച്ചേക്കാം. $186 എങ്ങനെ വന്നു എന്ന് അന്വേഷിച്ച് പോയപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. അപ്പോൾ ഫ്ലിപ്കാർട്ടിലെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നുള്ളത് നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡ് വഴി കണ്ടുവരാം. നമ്മൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം അതിൻ്റെ സെറ്റിങ്സ്, ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരാളുടെ സെറ്റിങ്സ് ആണെന്നുണ്ടെങ്കിൽ നേരെ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന പേജിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അവിടെ നമുക്ക് മുകളിലായിട്ട് ഷോപ്പിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. ഷോപ്പിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഷോപ്പിംഗ് കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ഒരു ഡീറ്റെയിൽ ജോയിൻ അഫിലിയേറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ടേൺ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിന് നമ്മൾ നേരെ ടേൺ ഓൺ കൊടുക്കുക. അപ്പോൾ അതിൽ നമ്മുടെ ക്രൈറ്റീരിയ കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളതിൻ്റെ വീഡിയോ സഹിതം അവരവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലൊരു ടേംസ് ആൻഡ് കണ്ടീഷനുണ്ട്. അത് നമ്മൾ ടിക്ക് ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതെല്ലാം ഇരുന്ന് സാവധാനം വായിച്ച് നോക്കിയതിന് ശേഷം ഏറ്റവും താഴെയായിട്ട് ആ ഒരു ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ഇപ്പോൾ കുറച്ച് ടൈം എടുക്കും. നമുക്ക് ഇതുപോലെ ടാഗ് പ്രോഡക്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടായിരിക്കും. അവിടെ ഒരു ടിക്ക് മാർക്ക് നമുക്ക് അവിടെ വന്നിട്ടുണ്ടായിരിക്കും. അത് കൊടുക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് കയറാൻ വേണ്ടിയിട്ടുള്ളൊരു ടിക്ക് വന്നിട്ടുണ്ടായിരിക്കും. അതിൽ ട്രൈറ്റ് എന്നുള്ളത് ഓപ്ഷൻ നമുക്ക് കൊടുക്കാം. നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ടായിരിക്കും. നമ്മളിത് പേജിൽ കയറുമ്പോൾ തന്നെ എങ്ങനെയാണിത് ചെയ്യുന്നതിൻ്റെ ഒരു ഡെമോ അവിടെ ഉണ്ടായിരിക്കും. നമ്മൾ അത് കൊടുക്കുക. അതിൽ നമ്മുടെ താഴെ ട്രൈറ്റ് എന്നുള്ളത് കൊടുക്കുക. നേരെ പോകുന്നത് നമ്മുടെ വീഡിയോസിലായിരിക്കും. ലോങ് വീഡിയോയിലും ഷോർട്ട് വീഡിയോയിലും നമുക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് എനിക്ക് വർക്കിന് വന്ന ഒരു ചാനലിൽ അവർക്ക് 26,000 സബ്സ്ക്രൈബർ അടുപ്പിച്ചുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ചാനലിൽ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ അതിലൊരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വരുമ്പോഴത്തേക്കും അവിടെ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും താഴെ പ്ലസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടായിരിക്കും. അവിടെ പ്രസ് ചെയ്തിട്ട് നമുക്ക് അവിടെ സൈഡിലായിട്ട് സ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ ഫ്ലിപ്കാർട്ടോ മിന്ത്ര ഒന്നുകൂടെ കാണിച്ചു തരാം. സ്റ്റോർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അവിടെ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ മിന്ത്ര ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഫ്ലിപ്കാർട്ടാണ് ഇപ്പോൾ ഞാൻ തൽക്കാലം കൊടുക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐറ്റം നമ്മൾ സെലക്ട് ചെയ്യുന്ന ഐറ്റം സേവ് ചെയ്ത് വയ്ക്കാം. നാളെ ഇടുന്ന വീഡിയോസിനും അത് നമുക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ സേവ് ചെയ്ത് വയ്ക്കാം. അതായത് ഇവിടെ കൊടുക്കുമ്പോൾ തന്നെ കുറേ പ്രോഡക്റ്റ്സ് വന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ്, ഇപ്പം അദ്ദേഹത്തിൻ്റെ ചാനൽ എന്ന് പറയുന്നത് ചിത്രരചനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാനലായതുകൊണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ആൾക്കാർ വാങ്ങുന്നത്, പുള്ളിയുടെ വീഡിയോസ് കൂടുതലും കാണുന്നത് ചിത്രരചന പഠിക്കാൻ താല്പര്യമുള്ളതോ അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് കാണുന്ന ആൾക്കാരായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രരചനയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോഡക്റ്റ് നമുക്ക് കൊടുക്കാൻ, അങ്ങനെ കൊടുത്താൽ മാത്രമേ ശരിക്കും പറഞ്ഞാൽ പ്രയോജനമുള്ളൂ. നമ്മൾ ഒരു ചിത്രരചന ചാനലിൽ നമ്മൾ പോയിട്ടൊരു വേറെ എന്തെങ്കിലും സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സൺസ്ക്രീനിനെ കുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കാൻ പോലും പോകത്തില്ല, ചിലപ്പോൾ ശ്രദ്ധിക്കാറ് പോലില്ല. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് ഒരു പെയിൻറ്റിങ് ബ്രഷ്, അതായത് ചിത്രരചനയുമായിട്ടുള്ള പെയിൻറ്റിങ് ബ്രഷുകളുടെ ഒരു ഇതാണ് കൊടുക്കുന്നത്. അതിൻ്റെ കമ്മീഷൻ ഉൾപ്പെടെ അവിടെ എഴുതിയിട്ടുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു 3 പ്രോഡക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എത്ര രൂപയാണ് പ്രോഡക്റ്റിൻ്റെ റേറ്റ് എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. സേവ് പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റും. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാളെയും ഇതേ വീഡിയോസ്, ഇതുപോലുള്ള വീഡിയോസ് ഇടുമ്പോൾ ഇതേ പ്രോഡക്റ്റ് തന്നെ സേവ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓപ്ഷനിൽ കയറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നമ്മളിതുപോലെ സെർച്ച് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആ പ്രോഡക്റ്റിൻ്റെ വിലയും എത്ര രൂപയാണ് ആ പ്രോഡക്റ്റിന് കമ്മീഷൻ, ഇപ്പോൾ ഈ പ്രോഡക്റ്റിന് 9% കമ്മീഷൻ വരുന്നത്. അപ്പോൾ അങ്ങനെ കമ്മീഷൻ കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ താഴെയായിട്ട് 3 പ്രോഡക്റ്റാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. വേണമെങ്കിൽ ഇനിയും പ്രോഡക്റ്റുകൾ നമുക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്നിട്ട് സേവ് ചെയ്യുക. അത് നമ്മുടെ സാധാരണ നോർമലി വീഡിയോസ് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതെല്ലാം ചെയ്തതിന് ശേഷം ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ടാഗ്, തംബ്നെയിൽ ഇതെല്ലാം കൊടുത്തതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കേണ്ട ഒരു കാര്യം കൂടെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ സേവ് ചെയ്യുക. പിന്നെ നമ്മൾ ഇതുപോലെ മറ്റുള്ള നാളെ ഇടുന്ന വീഡിയോസിൽ എല്ലാത്തിലും നമ്മൾ ഇതുപോലെ
ആഡ് ആക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിതുപോലെ വരുമാനം കിട്ടും. നമ്മൾ എന്നിട്ട് നേരെ പോയി മോണിറ്റൈസേഷൻ്റെ പേജിൽ തന്നെ പോയി നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഇത് വന്നിട്ടുണ്ടായിരിക്കും, ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ആരും ഇത് ക്ലിക്ക് ചെയ്തിട്ടോ വാങ്ങിച്ചിട്ടോ ഒന്നുമില്ല. ഇതിൻ്റെ എല്ലാം കണക്ക് ഇവിടെ കാണിക്കും. ഹൗ യു ആർ ഡൂയിങ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ പോവുകയാണെങ്കിൽ അവിടെ സീ മോർ കൊടുക്കുകയാണെങ്കിൽ എല്ലാ കണക്കും, എത്ര രൂപ നമുക്ക് കമ്മീഷൻ കിട്ടി, എത്ര സെയിൽ നടന്നു, എത്ര ഓർഡർ പോയിട്ടുണ്ട്, എത്ര ക്ലിക്ക് കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെയുള്ള കണക്കുകളെല്ലാം നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ എല്ലാ വീഡിയോസിലും ഇതൊന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ വരുമാനവും നമുക്ക് ഇതിൽ നിന്ന് കിട്ടും.